നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരിക്കാം, പക്ഷേ സ്നേഹിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ഭാഷ. ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. വലിയ അറിവുള്ളവർക്ക് മാത്രമേ പല ഭാഷകൾ സംസാരിക്കാൻ കഴിയൂ. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഭാഷ സംസാരിക്കാൻ വലിയ അറിവോ പ്രസംഗപാഠവമോ ആവശ്യമില്ല. അതാണ് സ്നേഹത്തിൻ്റെ ഭാഷ. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തിൻ്റെ വരികൾക്ക് ഏതൊരു കഠിന ഹൃദയത്തെയും അലിയിക്കാൻ കഴിയും. ദൈവജന പ്രകാരം പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. 1 കൊരിന്ത്യർ 13:1. ബൈബിളിലെ തബീത എന്ന സ്ത്രീയുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അവൾ വലിയൊരു പ്രാസംഗികയായിരുന്നെന്നോ ജനങ്ങളെ സ്വാധീനിച്ച നേതാവായിരുന്നുവെന്നോ ബൈബിളിൽ നാം വായിക്കുന്നില്ല. എന്നാൽ അവൾക്ക് സ്നേഹിക്കാൻ അറിയാമായിരുന്നു. ദരിദ്രരായ വിധവമാർക്ക് വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തുകൊണ്ട് അവൾ തൻ്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു. അവൾ മരിച്ചപ്പോൾ ആ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് അവൾ ചെയ്ത നന്മകളെ ഓർത്തു. അവളുടെ സ്നേഹമെന്ന ഭാഷയാണ് ആ സമൂഹത്തെ മാറ്റിമറിച്ചത്. ഒടുവിൽ അവളുടെ സ്നേഹ പ്രവൃത്തികളെ മാനിച്ച് ദൈവം അവൾക്ക് പുതുജീവനും നൽകി. സ്നേഹമെന്നത് ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഒരു ഭാഷയാണ്. വലിയ പ്രസംഗങ്ങൾ ഹൃദയങ്ങളെ സ്പർശിച്ചേക്കാം, എന്നാൽ ഒരു ചെറിയ സ്നേഹപ്രവൃത്തി ജീവിതങ്ങളെ തന്നെ മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ ആകർഷിക്കാൻ വലിയ വാക്കുകളാണോ ഉപയോഗിക്കുന്നത്, അതോ യഥാർത്ഥ സ്നേഹമാണോ നൽകുന്നത്? എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങൾക്ക് വലിയ രീതിയിൽ സംസാരിക്കാനോ ആളുകളുടെ മുമ്പിൽ പ്രശസ്തനാകാനോ കഴിഞ്ഞില്ലെങ്കിലും നിരാശപ്പെടരുത്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ശ്രമിക്കുക. ഒരു പുഞ്ചിരിയിലൂടെ, ഒരു ചെറിയ സഹായത്തിലൂടെ ആ ഭാഷ മറ്റുള്ളവരിലേക്ക് പകരുക. വാക്കുകളേക്കാൾ വലിയ സാക്ഷ്യം നിങ്ങളുടെ സ്നേഹമുള്ള ജീവിതമായിരിക്കും. ആ വലിയ ഭാഷയുടെ വക്താക്കളായി നമുക്ക് മാറാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.